പ്രൈസ് ലോർഡ്. 137 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം പറയുന്നു: ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. പ്രവാസത്തിൻ്റെ നടുവിൽ സിയോനെക്കുറിച്ച് ഓർത്ത് കരയുന്ന ഒരു കൂട്ടം ജനം. അതേ പ്രവാസികളുടെ ഇടയിൽ യെഹെസ്കേൽ എന്ന് പറയുന്ന പ്രവാചകൻ കേബാർ നദീ തീരത്തിരിക്കുമ്പോൾ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്വർഗം തുറന്നു, അവൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. പഴയതിനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനം പറയുകയാണ്: ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇനി ഞങ്ങൾക്കൊരു മടങ്ങിപ്പോക്കില്ല, ഇതും കൊണ്ട് തീർന്നു, ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഉയരത്തിലേക്ക് നോക്കിയ ഭക്തൻ വിളിച്ചു പറയുകയാണ്: ദൈവത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ട് ദൈവത്തിൽ നിന്ന് ദർശനങ്ങളെ പ്രാപിച്ചവൻ വിളിച്ചു പറയുകയാണ്: ഇവിടം കൊണ്ട് തീരുകയില്ല, നിങ്ങളുടെ ശവക്കുഴി തുറന്നിട്ടാണെങ്കിലും എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ ദൈവം സർവശക്തനാണ്. പ്രിയപ്പെട്ടവരെ, പഴയതിനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിറക്കിയത് എന്ന് അടിവരയിട്ട് ഞാൻ പറയാം. പഴയതിനെ മറന്നിട്ട് ഉയരത്തിലേക്ക് നോക്കുവാൻ തയ്യാറായാൽ ഈ തകർച്ചകൾക്കകത്തും നിനക്കൊരു പുറപ്പാടുണ്ട് ഉള്ള ദൈവശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയും. അതുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കുവാൻ തയ്യാറാകുക, പഴയതിനെ മറക്കുവാൻ തയ്യാറാകുക. ദൈവം